ഇന്ത്യയിൽ ഫാസിസം പിടിമുറുക്കുകയാണ്. ഇന്ത്യയിൽ BJP എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണമേൽക്കുക. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ BJPക്ക് സംഘപരിവാറിന് അധികാരം കിട്ടാതെ 2 സംസ്ഥാനങ്ങളായിരുന്നു. ഒന്ന് തമിഴ്നാടും കേരളവും. സംഘപരിവാറിന് ഇന്ന് ഭരിക്കാൻ പറ്റാത്ത ഒറ്റ സംസ്ഥാനം തമിഴ്നാട് മാത്രമാണ്. കേരളത്തിൽ UDF ആണ് ഭരിക്കുന്നതൊക്കെ പേരിന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ സകലവും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് സംഘപരിവാറാണ്. സംഘപരിവാറിൻ്റെ അജണ്ടക്കനുസരിച്ചാണ് VD സതീശൻ മുഖ്യമന്ത്രിയായത്. സവർക്കറുടെ മുമ്പിൽ, ആ ഫോട്ടോയുടെ മുമ്പിൽ താട് വണങ്ങി പാരമ്പര്യമുള്ള സതീശൻ ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേ ദിവസം അദാനിയുടെ ആളെ കാണാൻ വേണ്ടി സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയ സതീശൻ ഈ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നെല്ലാം ടേൺ അടിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള UDFൽ നിന്ന് PM ശ്രീ പദ്ധതിയിലായാലും എല്ലാ പദ്ധതികളും വന്ദേമാതരം ആലപിക്കുന്ന ഈ കാര്യത്തിൽ വരെ എത്തി നിൽക്കുന്ന ടേണുകൾ. കേന്ദ്രവുമായി യാതൊരു ക്ലാഷിനും തയ്യാറല്ല, ഒരു സംഘർഷത്തിന് ആവശ്യമില്ല, സഹകരണത്തോടെ മുന്നോട്ട് പോകണം, സംസ്ഥാനത്തിൻ്റെ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വൻ സന്നാഹത്തോടെ പോലീസ് ഇറങ്ങി. അർജുൻ ആയങ്കി ഇഷ്യൂ വരുന്നതിന് മുമ്പേ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും അവിടെയുള്ള പെൺകുട്ടികളൊക്കെ കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നും പറഞ്ഞ നീചമായ വർത്തമാനം പറഞ്ഞ TG മോഹൻദാസിനെതിരെ ചെറുവിലിറക്കാൻ സർക്കാർ തയ്യാറെടുത്തില്ല. പേരിനൊരു കേസെടുത്തതല്ലാതെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ ഒന്നും അറസ്റ്റിലേക്കൊന്നും പോലീസിന് യാതൊരു താല്പര്യമില്ലായിരുന്നു. അർജുൻ ആയങ്കി അറസ്റ്റിലായതോടുകൂടി വലിയ വിവാദമുയർന്നു. അർജുൻ ആയങ്കിക്ക് ഒരു നിയമം, TG മോഹൻദാസിന് വേറൊരു നിയമം. അങ്ങനെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതരാകരുത്. അർജുൻ ആയങ്കി അറസ്റ്റിലായ ദിവസം വൈകുന്നേരം പോലീസ് അവിടെ ചെല്ലുന്നു. ഗത്യന്തരമില്ലാതെ, നിവൃത്തിയില്ലാതെ. രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് ഭയങ്കരമാണ്, കൊക്കാണ്, കോടയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, പിണറായി വിജയന് കഴിയാത്തതൊക്കെ രമേശ് ചെന്നിത്തലയും ടീമും സാധിപ്പിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരുടെ ന്യായീകരണങ്ങൾ സോഷ്യൽ മീഡിയയിലും കോൺഗ്രസ് വക്താക്കളുടെ ന്യായീകരണങ്ങൾ ന്യൂസ് റൂമുകളിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് TG മോഹൻദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, പോകുന്നു. നോട്ടീസ് കൊടുത്തില്ല, പിന്നീട് കസ്റ്റഡി അപേക്ഷ കൊടുത്തില്ല. പല വീഴ്ചകൾ മനഃപൂർവ്വം പോലീസ് ഉണ്ടാക്കിയിട്ട് TG മോഹൻദാസിന് സുഖമായി ഊരിപ്പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അലംഭാവം കാണിച്ചിട്ട് അങ്ങനെ TG മോഹൻദാസ് പുഷ്പം പോലെ ചിരിച്ചുകൊണ്ട് എല്ലാവരും ടാറ്റ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ പോയി കോടതിയിൽ ഹാജരായി പുറത്തു വന്നു. അർജുൻ ആയങ്കി റിമാൻഡിൽ തുടരുമ്പോൾ TG മോഹൻദാസിനെ പോലുള്ള ഒരാൾ പുറത്തിറങ്ങി നടക്കുന്നു. അർജുൻ ആയങ്കിയും TG മോഹൻദാസും ഇപ്പോൾ അറസ്റ്റിലാകാനുണ്ടായ കാരണം പരിശോധിച്ചാൽ രണ്ടും ആടും ആനയും പോലുള്ള വ്യത്യാസമുണ്ട്. എന്നിട്ടും ഈ ചെറിയ കേസിൽ, ചെറിയ ഒരു നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ അർജുൻ ആയങ്കി റിമാൻഡിലായി വളരെ ഗുരുതരമായ, വളരെ മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തിയ TG മോഹൻദാസ് പുറത്തുപോയി. ഇതാണ് സംഘപരിവാർ പ്രീണനം. ഒരു രീതിയിലും സംഘപരിവാർ നേതാക്കളായോ സംഘപരിവാർ സംഘടനകളായോ ഒരു ക്ലാഷും വരാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ രമേശ് ചെന്നിത്തലയും നമ്മുടെ മുഖ്യമന്ത്രിയും UDF സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ്, നിർബന്ധ ബുദ്ധിക്കാരാണ്. ഇനിയെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കുക, സാധാരണക്കാർ മനസ്സിലാക്കുക, നിങ്ങളെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രൻ പറഞ്ഞു 30 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്. വെറും 3 സീറ്റ് കൊണ്ട് സംഘപരിവാർ കേരളം ഭരിക്കുകയാണ്. പിൻ സീറ്റ് ഡ്രൈവിംഗ് അവരാണ് നടത്തുന്നത്. അവരുടെ ഇഷ്ടക്കും ആജ്ഞക്കും അനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും LDF ഭരിച്ചപ്പോൾ കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്ത സകല കാര്യങ്ങളിലും UDF ടേൺ അടിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. സംഘപരിവാറിനെ ഭരിക്കാൻ വേണ്ടി, സംഘപരിവാർ ഇഷ്ടത്തിന് വേണ്ടി കോൺഗ്രസ് നടുവളക്കുന്ന കാഴ്ച, UDF നടുവളക്കുന്ന കാഴ്ച, ലീഗ് നടുവളക്കുന്ന കാഴ്ച കണ്ണുള്ളവർ കാണട്ടെ.